ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മളിന്ന് ആഫ്റ്റർ എഫക്ട്സിനകത്ത് എങ്ങനെയാണ് ഒരു ആനിമേഷൻ ചെയ്യുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി ആഫ്റ്റർ എഫക്ട്സിൻ്റെ ടൂൾസും കോമ്പോസിഷൻസും ലെയേഴ്സിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ആഫ്റ്റർ എഫക്ട്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിൽ നിന്ന് മനസ്സിലാവും. ഇന്ന് നമ്മൾ ഷേപ്പ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ആനിമേഷൻ ചെയ്യാൻ പറ്റുന്നത് എന്നാണ് നോക്കുന്നത്. ഞാൻ ഓൾറെഡി ഇവിടെ ഒരു കോമ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു ഷേപ്പ് അങ്ങ് വരയ്ക്കാം. ലെയറിൽ ന്യൂ ഷേപ്പ് ലെയർ എടുത്ത് ഞാൻ ജസ്റ്റ് ഒരു സ്ക്വയർ വരച്ചു. നിങ്ങൾക്ക് കളറൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫില്ലിൽ നിന്ന് കളർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വരയ്ക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ആങ്കർ പോയിന്റ് ഒബ്ജക്റ്റിൻ്റെ സെൻറ്റർ ആയിരിക്കണം. വേറെ ആയിട്ടാണ് നിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും, പൊസിഷനോ റൊട്ടേറ്റോ എന്ത് ചെയ്താലും അത് ആങ്കർ പോയിന്റിന്റെ ബേസിസിലായിരിക്കും മൂവ് ആവുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ പൊസിഷനും കീയും യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ആനിമേഷൻ ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഫസ്റ്റ് തന്നെ നമ്മൾ പൊസിഷന്റെ കീ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ശകലം ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ട് നമുക്ക് പൊസിഷൻ ഒന്ന് നീക്കി കൊടുക്കാം. ടു ഡി ആനിമേഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് രണ്ട് ആക്സിസ് ആണുള്ളത്, എക്സും വൈയും. എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് എക്സിൻ്റെ വാല്യൂ ആണ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് കീ ആഡ് ആയിട്ടുണ്ടാവും. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് നമ്മൾ ചെറിയൊരു ആനിമേഷൻ ചെയ്യണത് ആഫ്റ്റർ എഫക്ട്സിനകത്ത്. ഇത് യൂസ് ചെയ്ത് നമുക്ക് എല്ലാ ഷേപ്സിലും ആനിമേഷൻ ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മളൊരു സ്ക്വയറിന് ആനിമേഷൻ ചെയ്തിരുന്നു. ഇനി നമുക്കത് തന്നെ എങ്ങനെയാണ് റൊട്ടേഷനിൽ ചെയ്യണത് നമ്മളൊന്ന് നോക്കാം. നമുക്ക് ജസ്റ്റ് പുതിയൊരു കോമ്പോസിഷൻ എടുക്കാം, ഒരു പുതിയ ഷേപ്പ് ലെയർ എടുക്കാം. നമുക്ക് റൊട്ടേഷൻ നോക്കാൻ വേണ്ടി ജസ്റ്റ് അതിൻ്റെ ആങ്കർ പോയിന്റ് നമുക്ക് ഏറ്റവും താഴെ ബേസിലായിട്ട്, ഒബ്ജക്റ്റിന്റെ ബേസിലായിട്ട് കൊണ്ട് വെക്കാം. അപ്പോൾ ആങ്കർ പോയിന്റ് ഒബ്ജക്റ്റിന്റെ ബേസിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് എല്ലാത്തിലും കൂടെ ഒന്ന് കീ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കഴ്സർ ഒന്ന് മൂവ് ചെയ്ത് വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം ഒബ്ജക്റ്റിനെ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു ഒപ്പാസിറ്റിയും കൂടെ ഒന്ന് കുറച്ച് കൊടുക്കാം. ഓട്ടോമാറ്റിക്കലി കീ ആഡ് ആവുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്ത് അത് ഡിമ്മായിട്ട് വരുന്നതാണ് ഇപ്പോൾ നമ്മൾ ആനിമേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ആഫ്റ്റർ എഫക്ട്സിൽ ഭയങ്കര സിമ്പിളായിട്ടുള്ള ആനിമേഷൻസ് ആണ്. ഇനി ഇപ്പോൾ നമ്മൾ പഠിച്ച ആനിമേഷൻ അതേ മെത്തേഡിൽ ചെയ്ത് വെച്ചേക്കുന്ന ഒരു ബോൾ ബൗൺസിംഗ് ആണ്, കാർട്ടൂണിക് ആയിട്ടുള്ള ഒരു ബോൾ ബൗൺസിംഗ് ആണിത്. കുറച്ച് എക്സ്ട്രാ കീസ് ആഡ് ചെയ്തിട്ടുള്ളൂ. സെയിം മെത്തേഡ് തന്നെയാണ്. ഇത്രയും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി വീക്കറ്റ്സ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യും, ബെൽ ബട്ടൺ അമർത്തും. താങ്ക് യു.